നമസ്കാരം, ഞാൻ ഭരണിക്കാവ് രാധാകൃഷ്ണൻ. നമ്മുടെ ഓരോ ദിവസവും പുലരുന്നത് നമ്മളെ ഞെട്ടിക്കുന്ന വാർത്തകളുമായിട്ടാണ്. അച്ഛൻ മകനെ കൊല്ലുന്നു, മകൻ അമ്മയെ കൊല്ലുന്നു, മകൻ അച്ഛനെയും അമ്മയെയും കൊല്ലുന്നു, സഹോദരങ്ങളെ കൊല്ലുന്നു. അതിതീവ്രമായ നമുക്ക് സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വാർത്തകളാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ നമ്മുടെ പുത്തൻ തലമുറ, എല്ലാ പ്രായത്തിലും എല്ലാ തരത്തിലും എല്ലാ തലത്തിലും പെട്ട ആളുകൾ നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഏറ്റവും വലിയ ഒരു ദുഷിച്ച ഒരു സംഭവമായ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിക്കൊണ്ട് പുതിയ തലമുറ വളർന്നു വരികയാണ്. അതിനെതിരെയുള്ള ഒരു ചെറിയ സന്ദേശമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ അടുത്ത് കുറച്ച് മദ്യക്കുപ്പികളൊക്കെ ഉണ്ട്. ഇത് വളരെ ചെറിയൊരു ഗ്ലാസ്സാണ്. വളരെ ചെറിയ അളവിൽ ആദ്യം നമ്മൾ മദ്യപാനം ആരംഭിക്കുന്നു. ചെറിയ അളവിൽ ആരംഭിക്കുന്ന മദ്യപാനം അത് കൂടി അവൻ്റെ ജീവിതത്തെയും അവൻ്റെ കുടുംബത്തെയും അവൻ്റെ സമൂഹത്തെയും നശിപ്പിക്കുന്ന, സർവനാശത്തിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തിയായി അവൻ മാറിപ്പോവുകയാണ്. നമ്മുടെ അടുത്ത് ഇപ്പോൾ എന്താ ഉള്ളത്? ഒരു ചെറിയ ഗ്ലാസ്സാണ്. ഈ ഗ്ലാസ്സിലേക്ക് ഞാൻ അല്പം മദ്യം പകരാൻ ആഗ്രഹിക്കുകയാണ്. നോക്കൂ, ഞാനിതിലേക്ക് ഒരല്പം മദ്യം പകരാം. നമുക്ക് നമ്മുടെ കൂട്ടുകാർ ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ, രക്ഷിതാക്കൾ പറയുന്ന അല്ല മക്കൾ കടന്നു പോകുന്നത്. നമ്മുടെ കൂട്ടുകാരെ, അത് അച്ഛനും അമ്മയും പറയുന്നതിനപ്പുറം കൂട്ടുകാരെ അനുസരിക്കുന്ന, കൂട്ടുകാരെ അനുകരിക്കുന്നുള്ള ശ്രമമാണ് പുതിയ തലമുറ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂട്ടുകാർ പറയും കുറച്ച് കുടിക്കൂ, അച്ഛൻ അറിയണ്ട, അമ്മ അറിയണ്ട, ആരും അറിയണ്ട, കുറച്ച് ലഹരി. അത് മദ്യം മാത്രമല്ല, മയക്കുമരുന്ന് മാത്രമല്ല, പുകവലിയും അതുപോലുള്ള എല്ലാ വസ്തുക്കളും കുറേശ്ശെയായിട്ട് ഉപയോഗിച്ച് ഇവൻ വളരെ വർദ്ധിച്ച് കൂടുതൽ ഉപയോഗത്തിലേക്ക് വരികയാണ്. നാം കാണുന്നു, കുറച്ച് മദ്യം ആരംഭിച്ച് കൂടുതൽ മദ്യത്തിലേക്ക് വരുന്നു. കുറച്ച് കുടിച്ച് അവൻ കൂടുതൽ കുടിക്കുകയാണ്. നോക്കൂ, ചെറിയ ഗ്ലാസ്സിൽ നിന്ന് വലിയ ഗ്ലാസ്സിലേക്ക് കൂടുതൽ അവൻ കുടിക്കുകയാണ്. കൂടുതൽ മദ്യപാനത്തിൻ്റെ വലിയ ആസക്തിയിലേക്ക് അവൻ കടന്നു പോയാണ്. കൂടുതൽ മദ്യപാനിയാവുന്നു. എന്താ ചെയ്യുക? കൂടുതൽ വീണ്ടും അവൻ അതിനേക്കാൾ കൂടുതൽ കുടിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഈ ചെറിയ ഗ്ലാസ്സിലെ മദ്യം കൂടുതൽ ഗ്ലാസ്സിലേക്ക് പകർന്ന് അവൻ വീണ്ടും അതിലും ഭീകരമായ മദ്യപാന ആസക്തിയിലേക്ക് മാറുന്നു. അപ്പോൾ ചെറിയ ഗ്ലാസ്സിൽ മദ്യം ആരംഭിച്ച് അവൻ കൂടുതൽ കുടിച്ച് വലിയ മദ്യപാനത്തിൻ്റെ വലിയ ആസക്തിയിലേക്ക് പോവുകയാണ്. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കുട്ടികളെ അവരുടെ സുഹൃത്തുക്കൾ വിളിച്ചുകൊണ്ട് പോയിട്ട് കുറച്ച് കുടിക്കാം, കുറച്ച് കുടിച്ച് അവൻ കൂടുതൽ മദ്യപാനത്തിലേക്ക് പോവുകയാണ്, എല്ലാ ആസക്തിയിലേക്ക് പോവുകയാണ്. ഇതാ ഇവിടെ ഞാൻ അതൊരു ചെറിയൊരു മാജിക്കിലൂടെ അവതരിപ്പിക്കുന്നു. നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരു മദ്യക്കുപ്പിയുണ്ട്, ഇവിടെ ഒരു ഗ്ലാസ്സുമുണ്ട്. ഇവിടെ മദ്യക്കുപ്പിയുണ്ട്, ഇവിടെ ഗ്ലാസ് ഉണ്ട്. ഈ മദ്യത്തെ ഗ്ലാസ്സിലേക്ക് പകർന്ന് അവൻ്റെ ജീവിതത്തെ ആഘോഷമാക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇവിടെ ഒരു മദ്യക്കുപ്പിയും ഇവിടെ ഒരു ഗ്ലാസും. നമുക്കറിയാം എന്താണ് കണ്ടത്? ഇവിടെ ഒരു മദ്യക്കുപ്പിയും ഇപ്പോഴത്തെ ഒരു ഗ്ലാസ്സുമാണ് നമ്മൾ കണ്ടത്. നമുക്ക് ഇതൊക്കെ ഇങ്ങനെ കറങ്ങിയ വേറൊരു കൂട്ടുകാരൻ വിളിച്ചുകൊണ്ടിട്ട് അവന് അവിടെ ഒരു മദ്യക്കുപ്പിയും അവിടെ ഒരു ഗ്ലാസ് കൊടുക്കുകയാണ്. ഇവിടെ ഒരു മദ്യക്കുപ്പിയും മറ്റേ സ്ഥലത്ത് വേറൊരു ഗ്ലാസ്സും. എവിടെ ചെന്നാലും അവന് മദ്യമുണ്ട്, ഗ്ലാസ്സുമുണ്ട്. അപ്പം ഇങ്ങനെ ഈ മദ്യക്കുപ്പിയും ഗ്ലാസും അവന് കിട്ടി അവസാനം അവന് ഒരു കുപ്പി പോരാ, വീണ്ടും മദ്യപാനത്തിൻ്റെ കടുത്ത ആസക്തിയിലേക്ക് അവൻ കടന്നു പോവുകയാണ്. ഇവിടെ ഇവൻ കാണുന്നു, ഇവിടെ ഒരു മദ്യക്കുപ്പി, ഇവിടെ ഒരു മദ്യക്കുപ്പി, ഇവിടെ വീണ്ടും മദ്യക്കുപ്പി, ഇവിടെ വീണ്ടും മദ്യക്കുപ്പി, ഇവിടെ വീണ്ടും നമ്മൾ കാണുന്നു, ഇവിടെ വീണ്ടും മദ്യക്കുപ്പി, ഇവിടെ വീണ്ടും മദ്യക്കുപ്പി, ഇവിടെ വീണ്ടും മദ്യക്കുപ്പി, ഇവിടെ വീണ്ടും മദ്യക്കുപ്പി, ഇവിടെ വീണ്ടും മദ്യക്കുപ്പി. അങ്ങനെ മദ്യപാനാസക്തിയിലേക്ക് കടന്നുപോയിട്ട് അവൻ്റെ ജീവിതം മുഴുവൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി സ്വന്തം ജീവിതം മോശമായ, നാശമായ, തെറ്റായ, ചീത്തയായ സാമൂഹ്യ ജീവിതത്തിലേക്ക് പോയിട്ട് ഒരു കുടുംബവും സമൂഹവും ഈ രാജ്യവും തന്നെ നശിച്ചു പോകുന്ന അവസ്ഥയിലേക്കാണ് ഈ മദ്യവും മയക്കുമരുന്നും നമുക്കിടയിൽ കടന്നു വന്നിരിക്കുന്നത്. നോക്കൂ, ഇവിടെ മദ്യപാന ആസക്തി കൊണ്ട് നമ്മുടെ പുതിയ തലമുറ നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ മദ്യത്തെ നമ്മൾ വിചാരിക്കുക ഈ മദ്യം വേണ്ട എന്ന് വിചാരിക്കുക. അങ്ങനെ വേണ്ട എന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ മദ്യത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യമായി എന്ത് ചെയ്യണം? ഈ മദ്യം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ രാജ്യത്തിന് സർവനാശം വിതയ്ക്കുന്ന പുതിയ തലമുറയുടെ മദ്യപാനാസക്തിയെ നമുക്ക് മാറ്റാം. ഈ മദ്യം എനിക്ക് വേണ്ട, മനോഹരമായ വെള്ളം നമുക്കുള്ളപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ വെള്ളം കുടിക്കും അല്ലേ? നമുക്ക് മദ്യത്തെ
മോശമായ, നാശമായ, തെറ്റായ, ചീത്തയായ സാമൂഹിക ജീവിതവും കുടുംബജീവിതവും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും നമുക്ക് അണിചേരാം. സർക്കാർ ഇതിന് നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളിൽ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള എല്ലാ സംഘടനകളും നമ്മുടെ യുവജനങ്ങളും പങ്കാളികളാവണം. ഇവിടെ നിറഞ്ഞ മദ്യക്കുപ്പിയെ നമുക്ക് ഇല്ലായ്മ ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് നോക്കാം. നമുക്ക് ഈ മദ്യക്കുപ്പിയെ നമുക്ക് വരം കണക്കി കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. വരം കണക്കി കിട്ടിയ ജീവിതം മദ്യത്തിന് മയക്കുന്നതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും പങ്കാളിയാവുമെന്ന് ശിരസ്സുയർത്തി ശിരസ്സുയർത്തി